നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് കഞ്ഞിവെച്ച് പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ 30 ദിവസമായി സമരം നടത്തിവരുന്നു. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ സൺഷെയ്ഡ് റൂഫിംഗ് ഷീറ്റുകൾ തകർന്ന നിലയിൽ കൃത്യമായ അറ്റകുറ്റപ്പണികളില്ലാത്തതിനാൽ ഇവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. പേഴിക്കാപ്പള്ളി എസ് വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ബുധനാഴ്ച വൈകിട്ട് 4ഓടെയാണ് അപകടം. ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന കാറും 2 സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. പായിപ്പടയിൽ 9 വയസ്സുകാരിയായ മകളെ മർദ്ദിച്ചു. അമ്മയ്ക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചോദിച്ച ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം നൽകിയില്ലെന്ന കാരണത്താലാണ് മർദ്ദനം. വിശേഷാൽ പൊതുയോഗം നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ. സിയോൺ നഗറിൽ പുതുതായി തുറക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ 30 ദിവസമായി സമരം നടത്തിവരികയാണ്. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ സിയോൺ നഗറിൽ പുതുതായി തുറക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ 30 ദിവസമായി സമരം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചത്. മക്കളെ മുഷ്ടി കാണിക്കുന്ന ഷാപ്പ് ഉടമ പിന്മാറൂ, വിജയം വരെയും സമരം ചെയ്യും. ജനകീയ സമിതി പറയുന്നു. ഷാപ്പിനെതിരെ കഞ്ഞിവെച്ചുള്ള പ്രതിഷേധമാണ്. 30 ദിവസമായി 34 ദിവസത്തെ മഹത്തായ പ്രതിഷേധ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഇവിടുത്തെ സ്ത്രീകളും വനിതകളും അമ്മമാരും സഹോദരിമാരും ഒക്കെ നടത്തിയ കഞ്ഞിവെപ്പ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് മാറാടി മണ്ഡലം പ്രസിഡന്റ് PP ജോളി, മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി, മെമ്പർമാരായ തേജസ് ജോൺ, രതീഷ് ചങ്ങാലിമറ്റം, CPI ബ്രാഞ്ച് സെക്രട്ടറി പോൾ പൂമറ്റത്തിൽ, കോൺഗ്രസ് അംഗം മോഹൻ രാജ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ സൺഷെയ്ഡ് റൂഫിംഗ് ഷീറ്റുകൾ തകർന്ന നിലയിൽ. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് ഇവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ മഴയെ പ്രതിരോധിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചു സ്ഥാപിച്ച സൺഷെയ്ഡ് റൂഫിംഗ് ഷീറ്റുകൾ തകർന്നതോടെ കോടതി സമുച്ചയത്തിൽ എത്തുന്നവരും ജീവനക്കാരും ദുരിതത്തിൽ. ശക്തമായ കാറ്റിലും മഴയിലും കോടതി കെട്ടിടത്തിന്റെ വരാന്തകളിലേക്ക് മഴവെള്ളം അടിച്ചു കയറുന്നത് തടയാൻ സ്ഥാപിച്ച ഷീറ്റുകളാണ് ഇപ്പോൾ തകർന്ന നിലയിലായത്. കനത്ത മഴയിൽ കെട്ടിടത്തിലേക്ക് വെള്ളം ഒഴുകിയിറങ്ങി ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് അധികൃതർ മുൻകൈയെടുത്ത് 7 നിലകളുള്ള കോടതി സമുച്ചയത്തിന്റെ വരാന്തകൾക്ക് മുകളിലായി സൺഷെയ്ഡ് റൂഫിംഗ് ഷീറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതിനാൽ ഇവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഷീറ്റുകൾ തകർന്നതോടെ ചെറിയൊരു മഴ പെയ്താൽ പോലും 7 നിലകളുള്ള കോടതി കെട്ടിടത്തിന്റെ വരാന്തകളിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന സ്ഥിതിയാണ്. കോടതി സമുച്ചയത്തിന്റെ ഭംഗിയെയും ഈ തകർന്ന ഷീറ്റുകൾ മോശമായി ബാധിക്കുന്നുണ്ട്. കീറിപ്പറഞ്ഞ ഷീറ്റുകൾ നഗരമധ്യത്തിലെ വലിയ കെട്ടിട സമുച്ചയത്തിന്റെ മനോഹാരിതയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുകയാണ്. തകർന്ന ഷീറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളുടെയും അഭിഭാഷകരുടെയും ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. പേഴിക്കാപ്പള്ളി എസ് വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ബുധനാഴ്ച വൈകിട്ട് 4ഓടെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന കാറും 2 സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴ MC റോഡിലെ പേഴിക്കാപ്പള്ളി എസ് വളവിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ബുധനാഴ്ച വൈകിട്ട് 4ഓടെ മൂവാറ്റുപുഴയിൽ നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും പെരുമ്പാവൂരിൽ നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് ആദ്യം കൂട്ടിയിടിച്ചത്.
ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി സമീപത്തെ കടയുടെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ ഇടിച്ച് തുടർന്ന് കടയിലേക്ക് ഇടിച്ചു കയറി. ഇതേസമയം പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു സ്കൂട്ടറും നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ട ലോറിയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. മറ്റാർക്കും പരിക്കുകളില്ല. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ അഗ്നിരക്ഷാസേന സീനിയർ ഓഫീസർ നിസാർ പി മീരാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. തുടർന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാർഷികോപകരണങ്ങൾ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ. ആസാം നൌഗോൺ സ്വദേശി റാക്കിബുൾ ഹുസൈനാണ് കോതമംഗലം പോലീസിന്റെ പിടിയിലായത്. കാർഷികോപകരണങ്ങൾ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ. ആസാം നൌഗോൺ ഹുഡ്കുട്ടിയ റാക്കിബുൾ ഹുസൈനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് മലയൻകീഴ് ഭാഗത്തെ പൈനാപ്പിൾ കൃഷിക്കും മറ്റുമായി ഉപയോഗിക്കുന്ന ടൂൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് മോഷണശ്രമം നടത്തിയത്. SI S കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്പടയിൽ 9 വയസ്സുകാരിയായ മകളെ മർദ്ദിച്ച അമ്മയ്ക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഠിക്കുന്നതിനിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം നൽകിയില്ലെന്ന കാരണത്താലാണ് അമ്മ മകളെ മർദ്ദിച്ചത്. പായിപ്രയിൽ 9 വയസ്സുകാരിയായ മകളെ മർദ്ദിച്ച അമ്മയ്ക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഠിക്കുന്നതിനിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം നൽകിയില്ലെന്ന കാരണത്താൽ 9 വയസ്സുകാരിയായ മകളെ മർദ്ദിച്ച പായിപ്ര സ്വദേശിനിയായ നൂഫിയയ്ക്കെതിരെയാണ് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ജൂലൈ 2 രാത്രി 7:30 കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് നുഫിയ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്നാൽ വേഗത്തിൽ ഉത്തരം നൽകാൻ സാധിക്കാത്ത കുട്ടിയുടെ ഇടതു കൈപ്പത്തിയിലും കൈകളിലും ശക്തിയായി അടിക്കുകയും തുടർന്ന് വടിയെടുത്ത് ഇടതു കാൽത്തുടയിൽ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന കുട്ടിയുടെ പരാതിയിലാണ് പോലീസിന്റെ അന്വേഷണം. തിങ്കളാഴ്ച വൈകിട്ട് 6 മർദ്ദനമേറ്റ 9 വയസ്സുകാരി പിതാവിനൊപ്പം നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. മുമ്പും അമ്മയിൽ നിന്ന് സമാനമായ രീതിയിൽ ക്രൂരമായ മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കുട്ടി പോലീസിന് മൊഴി നൽകി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതിന് അമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് വേദനിപ്പിച്ചിരുന്നതായി കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചു. വിശേഷാൽ പൊതുയോഗം നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ വിശേഷാൽ പൊതുയോഗം നടത്തി. ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പൊതുയോഗം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളാണ് ഒരു നഗരത്തെ പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള ഒരു നടപടികൾക്കും നഗരസഭ തയ്യാറല്ല. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും മൂവാറ്റുപുഴ നഗരസഭയോട് ഒപ്പമുണ്ടാകണം. അതിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്തു വരുന്ന കാര്യം തന്നെയാണ്. അത് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുമ്പോട്ട് വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡ്, ഒരു അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡിനെ രൂപീകരിച്ച് ആ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിയുമ്പോൾ തന്നെ അത് അഭിനന്ദിക്കാത്ത തരമല്ല. മികച്ച തീരുമാനമാണ്, മികച്ച പ്രവർത്തനത്തിനെ നഗരസഭയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഒരു മയക്കുമരുന്നിലേക്ക്, ഡ്രഗ് അബ്യൂസിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുന്നതിലും വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് ഭക്ഷണത്തിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം വിളമ്പിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയും. കാരണം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് അല്ലെ. അത് ഉപയോഗിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തി മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ അത് ആവേശത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി, സന്തോഷത്തോടുകൂടി കഴിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന് മലിന്യമുണ്ട്, അത് വൃത്തികേടാണ് എന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഒഫൻസ്, മറ്റൊരു ക്രിമിനൽ ഒഫൻസ് ഇല്ല എന്നാണ് പറയുക. അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി CK അനിൽ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രജിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസം ബീഗം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, കൗൺസിലർ രജനി, KHRA ജില്ലാ ട്രഷറർ അബ്ദുൾ സമദ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി, യൂണിറ്റ് സെക്രട്ടറി ഷാനിദ് ഹമീദ് MK, ട്രഷറർ റൈജു R എന്നിവർ പ്രസംഗിച്ചു.
ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ പരിചയപ്പെടുത്തലും സാമ്പിൾ വിതരണവും നടത്തി. മുളവൂർ സാദാത്ത് തറവാട്ടിലെ മദീന പൂന്തോപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടന്നുവരുന്ന പ്രവാചക പ്രകീർത്തന സദസ്സ് സെപ്റ്റംബർ 9-10 ദിവസങ്ങളിൽ നടത്തപ്പെടും. സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വർഷം ഒരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി നിർധന കുടുംബത്തിന് പുനർനിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും സെപ്റ്റംബർ 9-10 ദിവസങ്ങളിൽ നടക്കും. സമ്മേളനത്തിന്റെ ബ്രോഷർ പ്രകാശനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോതമംഗലം വാരപ്പെട്ടി കൊല്ലടക്കൽ മത്തായി KC 67 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ ആനി മാത്യു, വാഴപ്പള്ളി കുടുംബാംഗം. മക്കൾ അഖിൽ മാത്യു, അലീന മാത്യു. മരുമകൾ സ്റ്റെഫി സേവ്യർ. മൂവാറ്റുപുഴ തൃക്കളത്തൂർ ആലിക്കൽ ജേക്കബ് വർഗീസ് 79 നിര്യാതനായി. സംസ്കാരം നടത്തി. പരേതൻ തൃക്കളത്തൂർ LPB സ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ്. ഭാര്യ പരേതയായ സാറാമ, തൃക്കളത്തൂർ മരുതനാക്കുടിയിൽ കുടുംബാംഗം. മക്കൾ സ്മിത, സന്ദീപ്, സ്നേഹ. മരുമക്കൾ സന്തോഷ്, കല, എൽദോസ് ബേബി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.